നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 സേ 23 ദിവസങ്ങൾ. ഇന്നിപ്പം മെയ് 18 12 പിന്നെ ഒരു 11 ദിവസം, ജൂൺ 12 പരീക്ഷ. പേടിപ്പിക്കാനൊന്നുമല്ല, പക്ഷെ പേടിക്കണം. കാരണം വേറെ ഒന്നുമല്ല, നമ്മൾ നിസ്സാരമായിട്ട് കാണുമ്പോഴാണല്ലോ എല്ലാ കാര്യങ്ങളും വഷളാകുന്നതും പ്രശ്നമാകുന്നതും. നിങ്ങളെ സംബന്ധിച്ച് സേ പഠിക്കുന്ന കുട്ടികളെ സംബന്ധിച്ചോളം ഇത് ക്രൂഷ്യലാണ്. കാരണം ഇത്രയും കുട്ടികൾ തോൽവി, സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ്, ഇത്രയും കുട്ടികൾ തോൽവിയിൽ നിൽക്കുമ്പം റെഗുലർ പരീക്ഷകൾ കഴിഞ്ഞു. അതിനകത്തൊരു ഈ പറഞ്ഞ പോലെ 78% കുട്ടികൾ ജയിച്ചു. 100-ൽ 78 പേര് ജയിച്ചു എന്ന് കരുതുക, ബാക്കി 22 പേര് തോറ്റു എന്ന് വിചാരിക്കുക. അന്നേരം അത്രയും 80,000-ഓളം കുട്ടികൾ തോറ്റ അവസ്ഥയിൽ നിങ്ങളിതിനെ നിസ്സാരമായിട്ട്, എനിക്ക് അങ്ങനെ വന്നിട്ടുണ്ട്, പല കുട്ടികളും നിസ്സാരമായിട്ട് കാണുന്നു. ഞങ്ങൾ ഇതൊന്നും വലിയ കുഴപ്പമില്ല, ഞങ്ങൾ ഇനി തോറ്റാലും കുഴപ്പമില്ല. ഇത് നിങ്ങളുടെ ഭാവിയെ ബാധിക്കുന്നതാണ്. നിങ്ങളുടെ അച്ഛനും അമ്മയും നിങ്ങളെ കണ്ണീരാഴ്ത്തുന്നതിന് തുല്യമാണ്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇതിൽ എഴുതിയെടുത്തോണം. കാരണം ഞാൻ പലവട്ടവും പറയുന്ന ആവർത്തിക്കുകയാണ്, എഡ്യൂക്കേഷൻ സിസ്റ്റം മൊത്തത്തിൽ മാറുന്നു. കാരണം 10ാം ക്ലാസ് അടുത്ത വട്ടം മുതൽ മിനിമം മാർക്ക് വെച്ച് ജയസാധ്യത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യുവേഷൻ. +1 ഇമ്പ്രൂവ്മെൻറ്റ് ഓൾറെഡി നിർത്തലാക്കി. അടുത്ത വട്ടം +2 ഇതിൽ ഉറപ്പായിട്ടും പല കാര്യങ്ങളും വരുമ്പോൾ ഈ പാറ്റേണൊക്കെ മാറിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത വർഷമൊക്കെ എഴുതി നടക്കുന്ന പരിപാടിയല്ല. ആദ്യമേ അതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾ വളരെ സീരിയസ് ആണ്. ഇനി 23 ദിവസം കൊണ്ട് പറ്റുമോ, പഠിക്കാൻ പറ്റുമെന്ന് വെച്ചാൽ 23 ദിവസം വേണ്ട. ഇപ്പം ഞാനൊക്കെ പഠിപ്പിക്കുന്ന, ഓൺലൈൻ പഠിപ്പിക്കുന്ന പറഞ്ഞാൽ കൃത്യമായിട്ടും 10 ദിവസം, ചേരുന്ന ദിവസം മുതൽ 10 ദിവസം വ്യക്തമായിട്ട് കേൾക്കുക. ഇപ്പം നിങ്ങൾ 20-ാം തീയതിയാണ് ചേരുന്നതെങ്കിൽ 10 ദിവസം, അതായത് 30-ാം തീയതി നിങ്ങൾക്ക് ഫുൾ ടോപ്പിക്സ് തീർന്നതിന് ശേഷം ബാക്കിയുള്ള ദിവസങ്ങളിൽ എത്ര ദിവസം ഉണ്ട് ആ ദിവസം നിങ്ങൾക്ക് റിവിഷൻസും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും വീണ്ടും വീണ്ടും ചെയ്യിപ്പിക്കുന്നതായിരിക്കും. ഒരാൾ തോക്കത്തിലിടെ അങ്ങനെ പഠിച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അങ്ങനെ പഠിക്കുമ്പോൾ നമ്മളെങ്ങനെയാണ് തോക്കുന്നത്? ഒരിക്കലും തോക്കത്തില്ല. പഠിക്കാൻ നിങ്ങൾക്കൊരു 100% മനസ്സ് വേണമെന്നില്ല, ഞാൻ പറഞ്ഞില്ല. 50% മനസ്സുണ്ടെങ്കിൽ ഒറ്റ കുട്ടികളും തോക്കത്തില്ല. പക്ഷേ ഇപ്പം മനസ്സില്ല, ഞങ്ങൾക്ക് വേണ്ട എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ സത്യം പറഞ്ഞാൽ നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ലൈഫും സ്പോയിൽ ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യരുത് മക്കളെ. അത് നമ്മൾ തോക്കുക എന്ന് പറയുന്നതല്ല. തോൽവി നമുക്ക് ഓക്കെ, അത് പറ്റി, അതിൽ നിന്ന് ജയിച്ചു കയറുന്നതാണ് ഏറ്റവും വലിയ മിടുക്കെന്ന് പറയുന്നത്. നിങ്ങളെക്കൊണ്ട് സാധിക്കും, നിങ്ങളെക്കൊണ്ട് പറ്റുമോ? ഞാൻ കണ്ടിട്ട് ഇപ്പം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സെയില് നമ്മൾ റെഗുലർ ബാച്ചിനും എൻട്രൻസും എല്ലാം എടുക്കുന്ന അധ്യാപകരാണ്. ഈ സെയില് 3-4 മാർക്ക് മേടിച്ച് എത്രയോ കുട്ടികൾ 45-50 മാർക്ക് മേടിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സന്തോഷം, അത് ഏത് വിഷയമായിക്കോട്ടെ, സന്തോഷം ഭയങ്കരമാണ്. നമുക്ക് റെഗുലർ ബാച്ചിൽ നിന്ന് കിട്ടുന്നതിനെക്കാട്ടി, ഫുൾ മാർക്ക് കിട്ടുന്നതിനെക്കാട്ടിൽ എത്രയോ സന്തോഷം നമുക്ക് കിട്ടുന്നുണ്ട്. അന്നേരം മറ്റേടത്ത് 1000-കണക്കിന് കുട്ടികൾ ചിലപ്പോൾ നല്ല ഫുൾ മാർക്കൊക്കെ മേടിക്കുന്നവർ, പക്ഷേ ഇത് നമുക്ക് മേടിക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം ഭയങ്കരമാണ്. കാരണം 3-4 മാർക്ക് മേടിക്കുന്നവർ എത്രയോ കുട്ടികൾ 45-50 മാർക്ക് മേടിച്ച് നമ്മളെ വിളിച്ച് അവരുടെ രക്ഷകർത്താക്കൾ സംസാരിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഒരു മാഷ് എന്നുള്ള രീതിയിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഒരു സേയുടെ വിജയത്തിൻ്റെ ഒരു അപാരമായൊരു വിജയം നേടുമ്പോൾ ഉണ്ടാകുന്ന കുട്ടികൾ മേടിക്കുമ്പോൾ ഒരു വിജയത്തിൽ നമുക്ക് കണ്ണ് നിറയുന്ന ഇതാണ്. അത് നിങ്ങൾക്ക് ഫീൽ ചെയ്യണം, നിങ്ങൾക്കുണ്ടാകണം അങ്ങനെ ഒരു, എനിക്കും നല്ല മാർക്ക് മേടിക്കണം, ഇതിൽ എനിക്ക് ഈ ഒരു ചാൻസ് ഞാൻ നന്നായിട്ട് മുതലാക്കും. അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസിലെ കുട്ടികളെ ആരും ആയിക്കോട്ടെ, എനിക്ക് ഉറപ്പാക്കണം എനിക്ക് വിജയം. യൂട്യൂബിൽ ക്ലാസ് തരുമോ? നിങ്ങളെന്ന് പറഞ്ഞാൽ അധ്യാപകർ രാത്രിയും പകലും ഇല്ലാതെ കഷ്ടപ്പെടുന്നത്. നമ്മൾ +2 ക്ലാസ്സും +1 ക്ലാസ്സും കോവിഡിൻ്റെ സമയത്ത് ആരും ക്ലാസ് ഇല്ലാത്തവർക്ക് ഫുൾ ക്ലാസ് നമ്മൾ ഫ്രീ കൊടുത്ത ഒരാളെ. പക്ഷേ ഇത് രാത്രിയും പകലുള്ള ക്ലാസ്സിൽ നമ്മൾ ടൈം ടേബിളൊക്കെ ആയിട്ട് ഉണ്ടാക്കി പഠിപ്പിക്കേണ്ട സാധനമാണ്. അതൊരിക്കലും യൂട്യൂബിൽ നമുക്ക് സമയം കിട്ടത്തില്ല, അതിന് അപ്ലോഡ് ചെയ്യാനൊന്നും സമയം കിട്ടില്ല. പക്ഷേ ഓൺലൈനിൽ കയറുന്ന എല്ലാ കുട്ടികൾക്കും ഇത് നിങ്ങൾക്ക് ഈ രീതിയിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാമെങ്കിൽ ഓക്കെ. പക്ഷേ ഓൺലൈനിൽ കയറുന്ന കുട്ടികൾക്ക് നിങ്ങൾക്ക് കൃത്യമായി അതിനനുസരിച്ച് ക്ലാസ്സും അതിനനുസരിച്ച് എങ്ങനെ പഠിക്കണമെന്നും എല്ലാം കൃത്യമായിട്ട് പറഞ്ഞു തരും. ഒരു ടെൻഷൻ വേണ്ട, ഈസി ആയിട്ട് നിങ്ങൾക്ക് പാസ്സാകും. അത് ഏത് കുട്ടികൾക്കും നിങ്ങൾക്ക് ഇനിയും ചേരാം. ഇപ്പം നാളെ ഞായറാഴ്ച ആയാൽ പോലും നമുക്ക് ക്ലാസ് ഉണ്ട്. കാരണം നമുക്ക് വിശ്രമിക്കേണ്ട ദിവസങ്ങളല്ല. നാളെയും ബാച്ചസ് ഉണ്ട്. നിങ്ങളുടെ പേര്, ഡിസ്ട്രിക്റ്റ്, വാട്സപ്പ് നമ്പർ, +2 സേ ഈ പറയുന്ന പോലെ ടൈപ്പ് ചെയ്ത് വോയിസ് മെസ്സേജ് അയക്കാതെ +2 സേ ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ടെന്ന് കൃത്യമായിട്ടും കൊടുക്കുക. നിങ്ങൾക്ക് ആദ്യം മുതലുള്ള ക്ലാസ് കിട്ടും. അല്ലാതെ നാളെ തുടങ്ങുമ്പോൾ നാളെ ഇത്ര 1-2 ക്ലാസ് പോയി ഒന്നുമില്ല. ആദ്യം മുതലുള്ള ക്ലാസ് കിട്ടും. നാളെ മുതൽ പഠിച്ചു തുടങ്ങിയാലും നാളെ 19-ാം തീയതിയാണ്, ഒരു 28-ാം തീയതി 29-ാം തീയതി നിങ്ങൾ കംപ്ലീറ്റ് പഠിച്ച് തീരും. 5 വിഷയം പോയവരുടെ കാര്യം ഞാൻ പറഞ്ഞു. 3 വിഷയം പോയിട്ടുള്ളവരൊക്കെ 5-6 ദിവസം മതി പഠിച്ചു തീർക്കാൻ. ആ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങളെ മോൾഡ് ചെയ്തെടുക്കും. അന്നേരം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അറിയാം, ആരെയും ഞാൻ നിർബന്ധിക്കാറില്ല. പണ്ടും ഒരു ഇത് നിർബന്ധിച്ചോ നിങ്ങൾ ചേർന്നായിരിക്കും അങ്ങനൊന്നും പറയില്ല. ചേരാൻ പറ്റുന്നവർക്ക് നിങ്ങൾ ജയിക്കണം, വിജയിക്കണം, നിങ്ങൾക്ക് നല്ല കോൺഫിഡൻ്റ് ആണ് എങ്കിൽ നിങ്ങൾക്ക് ചേരാം. അന്നേരം എല്ലാവരും ജയിക്കട്ടെ. കേരളത്തിലെ 80,000-നടുത്ത് തോറ്റു പോയ കുട്ടികൾ എല്ലാവരും ഏത് രീതിയിലായാലും നിങ്ങൾ ജയിക്കട്ടെ എന്ന് മാഷ് പ്രാർത്ഥിക്കുന്നു.
നന്നായിട്ട് പിടിക്കുക, കഷ്ടപ്പെട്ടാലേ ഇത് കിട്ടൂ. നിസ്സാരമാക്കരുത്, സീരിയസ് ആയിട്ട് എടുക്കുക. നെവർ എവർ ഗിവ് അപ്പ്.